ഹായ് ഓൾ, എല്ലാവർക്കും മഡ 24/7 മലയാളത്തിലേക്ക് സ്വാഗതം. ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് ജൂലൈ മാസത്തിൽ 2ാം ആഴ്ചയിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട PSC പരീക്ഷകളെ പറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഓരോ ആഴ്ചയിലും വരുന്ന എക്സാംസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എക്സാം ഉണ്ടെങ്കിൽ അത് മിസ് ചെയ്യാതിരിക്കാനും മാക്സിമം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നമ്മുടെ അഡ 247 പ്രൊവൈഡ് ചെയ്യുന്ന കറണ്ട് അഫെയർ ക്ലാസ്സസ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിലേക്ക് വരാം കേട്ടോ. അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. അതിനുവേണ്ടി എന്ത് ചെയ്യുക, ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ കമ്മ്യൂണിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ എക്സ്പ്ലോർ ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെയായിട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെൻഷിമിസ് ഫ്രീ PDF എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാവും. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് കാറ്റഗറി നമ്പർ 236/2023 ആണ്. ലെക്ചറർ ഇൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. എക്സാം നടക്കുന്നത് 15ാം തീയതിയാണ്. അടുത്തത് 261/2022 ആംബുലൻസ് അസിസ്റ്റന്റ് ആണ്. മെയിൻ എക്സാമിനേഷൻ ആണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. എക്സാം നടക്കുന്നത് ഈ മാസം 18-നാണ്. അടുത്തത് 306/2023 UP സ്കൂൾ ടീച്ചർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. തിരുവനന്തപുരം ജില്ലയിലേക്കാണ്. എക്സാം നടക്കുന്നത് 19-ാം തീയതിയാണ്. 316/2023 അതുപോലെ തന്നെ 317, 318 UP സ്കൂൾ ടീച്ചറാണ്. NCA പോസ്റ്റ് ആണ്. എക്സാം നടക്കുന്നത് ഇടുക്കി ജില്ലയിലേക്കാണ്. 19-ാം തീയതിയാണ് എക്സാം നടക്കുന്നത്. അടുത്തത് 155/2022 ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൊയർ മാർക്കറ്റിംഗ് ഫെഡറേഷനിലേക്കുള്ളതാണ്. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. എക്സാം നടക്കുന്നത് ഈ മാസം 19-ന്. 212/2023 LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം NCA ആണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലേക്കാണ് എക്സാം നടക്കുന്നത് ഈ മാസം 20-നാണ്. 213/2023 LP സ്കൂൾ ടീച്ചർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് NCA പോസ്റ്റ് ആണ്. കാസർഗോഡ് ജില്ലയിലേക്ക് എക്സാം നടക്കുന്നത് ഈ മാസം 20-നാണ്. 214/2023 LP സ്കൂൾ ടീച്ചർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് NCA പോസ്റ്റ് ആണ്. കാസർഗോഡ് ജില്ലയിലേക്കാണ് ഈ മാസം 20-ന് എക്സാം. 215/2023 LP സ്കൂൾ ടീച്ചർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് NCA പോസ്റ്റ് തൃശൂർ ജില്ലയിലേക്ക് ഈ മാസം 20. 215/2023 LP സ്കൂൾ ടീച്ചർ തന്നെയാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് NCA പോസ്റ്റ് ആണ്. പാലക്കാട് ജില്ലയിലേക്കാണ് എക്സാം നടക്കുന്നത് ജൂലൈ 20-നാണ്. അടുത്തത് 215/2023 LP സ്കൂൾ ടീച്ചർ കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലേക്ക് എക്സാം നടക്കുന്നത് ജൂലൈ 20. 491/2023 LP സ്കൂൾ ടീച്ചർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് NCA പോസ്റ്റ് ആണ്. കൊല്ലം ജില്ലയിലേക്കാണ് എക്സാം നടക്കുന്നത് ജൂലൈ 20. 513/2023 LP സ്കൂൾ ടീച്ചർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. NCA പോസ്റ്റ് ആണ്. വയനാട് ജില്ലയിലേക്കാണ് എക്സാം നടക്കുന്നത് ജൂലൈ 20-നാണ് എക്സാം. അടുത്തത് 513/2023 LP സ്കൂൾ ടീച്ചർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് NCA പോസ്റ്റ് ആണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലേക്ക് എക്സാം നടക്കുന്നത് ജൂലൈ 20. 514/2023 LP സ്കൂൾ ടീച്ചർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. എക്സാം നടക്കുന്നത് 20-ാം തീയതിയാണ്. തിരുവനന്തപുരം ജില്ലയിലേക്കാണ്. 514/2023 LP സ്കൂൾ ടീച്ചർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് NCA പോസ്റ്റ് തൃശൂർ ജില്ലയിലേക്ക് എക്സാം 20-നാണ്. 610/2023 NCA പോസ്റ്റ് ആണ്. LP സ്കൂൾ ടീച്ചർ തന്നെയാണ്. തൃശൂർ ജില്ലയിലേക്ക് എക്സാം നടക്കുന്നത് 20-നാണ്. 709/2023 LP സ്കൂൾ ടീച്ചർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് എക്സാം നടക്കുന്നത് 20-ാം തീയതിയാണ്. 709/2023 സെയിം LP സ്കൂൾ ടീച്ചർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. കൊല്ലം ജില്ലയിലേക്ക് എക്സാം നടക്കുന്നത് 20-ാം തീയതിയാണ്. അടുത്തത് 709/2023 LP സ്കൂൾ ടീച്ചർ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലേക്ക്, അതുപോലെ ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലേക്ക്, കൂടാതെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലേക്ക് നെയിം ഓഫ് പോസ്റ്റ് LP സ്കൂൾ ടീച്ചർ എക്സാം നടക്കുന്നത് ജൂലൈ 20-നാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും എക്സാംസ് ആണ് ഈ ഒരാഴ്ച നമുക്ക് കേരള PSC നടത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ പ്രത്യേകം ചെക്ക് ചെയ്യുക. എക്സാം ഉണ്ടെങ്കിൽ മിസ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം പറയുന്നത് നമ്മുടെ അഡ 247 മലയാളത്തിൽ ഏറ്റവും പുതിയതായിട്ട് ഇത്രയും കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് 10th പ്രിലിംസ് ക്രാഷ് ബാച്ച്. കൂടാതെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് ഉണ്ട്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പവർ പാക്ക് എന്ന് പറഞ്ഞിട്ട് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ SSC ഫൗണ്ടേഷൻ ബാച്ചും ഉണ്ട്. ഈ 10th പ്രിലിംസ് 2024 ബാച്ച് എന്ന് പറയുന്നത് 90 hours ക്ലാസ് ആണുള്ളത്. ക്രാഷ് ആണ്.
അതായത് നമുക്ക് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായിട്ട് പ്രിലിംസിൻ്റെ 5ഓളം വിജ്ഞാപനങ്ങൾ ഉൾക്കൊള്ളുന്ന പരീക്ഷയാണ് വരുന്നത്. അപ്പോൾ അതിലേക്കുള്ളൊരു കോഴ്സാണ്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്കിവിടെ ലൈവായിട്ടായിരിക്കും ലഭിക്കുന്നത്. ലൈവ് ക്ലാസ് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇ ബുക്ക്, ടെസ്റ്റ് സീരീസ് എല്ലാം ആ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പവർ പാക്കിൽ ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്സും ടെസ്റ്റ് സീരീസും ഇ ബുക്കും ഹാർഡ് ബുക്ക് കോപ്പീസും പിന്നെ ഒബ്ജക്റ്റീവ് പ്ലസ് ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആവുന്നത്. പിന്നെ SSC, MTS, CHSL, CGL ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറയുമ്പോൾ ബേസിക് മുതൽ പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ബാച്ചാണത്. അതിൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും റെക്കോർഡഡ് ആണ്. റെക്കോർഡഡ് ക്ലാസ്സസ് കാണാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ലൈവ് ക്ലാസ്സുകൾ കാണാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം പർച്ചേസ് ചെയ്യാൻ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് സ്റ്റോർ എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ അതിൽ കേരള PSC എന്നുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10th പ്രിലിംസ് 2024 ബാച്ച് എന്ന ഓപ്ഷനും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും കിട്ടും. ഹൈക്കോർട്ട് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അതിൽ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന പാക്ക് കാണാം. അതുപോലെ SSC കേരള എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അതിൽ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ഏത് കോഴ്സാണോ പർച്ചേസ് ചെയ്യുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക. ബൈ നൗ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ കൂപ്പൺസ് അവൈലബിൾ എന്ന് പറഞ്ഞ് കാണിക്കും. അതിൽ ഓൾറെഡി ഉള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യാതെ പകരം Y670 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ടിൽ ഈ കോഴ്സുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് മെഗാ പാക്ക് അവൈലബിൾ ആണ്. മെഗാ പാക്ക് എന്ന് പറയുമ്പോൾ കേരള PSC, SSC, റെയിൽവേ ബാങ്ക് ഒരുപാട് എക്സാംസിന് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ് കേരള മെഗാ പാക്ക്. അപ്പോൾ അത്രയും ക്ലാസ്സുകൾ അതിൻ്റെ ലൈവ് ക്ലാസ്സുകൾ ആയിക്കോട്ടെ, റെക്കോർഡ് ക്ലാസ്സസ് ആയിക്കോട്ടെ, ടെസ്റ്റ് സീരീസ്, ഇ ബുക്ക് എല്ലാം നിങ്ങൾക്ക് ഒരൊറ്റ സ്ഥലത്ത് അവൈലബിൾ ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതും വേണമെങ്കിൽ വാങ്ങാം. Y670 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മാക്സിമം ഡിസ്കൗണ്ടിൽ കേരള മെഗാ പാക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ബൈ നൗ കൊടുക്കുക. Y670 ഇവിടെ എൻ്റർ കൂപ്പൺ കോഡ് എന്നുള്ള ഭാഗത്ത് Y670 എന്ന കൂപ്പൺ കോഡ് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അപ്ലൈ ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്. നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീ കണ്ടന്റ് അവൈലബിൾ ആണ്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഫ്രീ ലൈവ് ക്ലാസ്സുകളുണ്ട്, പിന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്, അതുപോലെ കറണ്ട് അഫയേഴ്സ് ഉണ്ട്, ഡെയിലി ക്യൂസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ADA 247 ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ മറ്റൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്